പതക്കമുള്ള മാലയിലായിരുന്നു കണ്ണ്. വരൂ, നമുക്ക് പോവാം. ഒരു സന്ദേഹം. സുന്ദരി, ഇടുക്കി, എന്റെ ഹൃദയം കവർന്നവൾ. ഉള്ളപ്പെണ്ണു, അവൾ ഊറപ്പെണ്ണൊന്നുമല്ല. ഞാൻ ചോദിച്ചതിനെല്ലാം അവൾ ഉത്തരം പറഞ്ഞു. ബുദ്ധിമതി, അല്ലിയാമ്പൽ പൂ ഉയർത്തിക്കാട്ടി. അവളുടെ പേര് അല്ലിയെന്നാണ്. പേളിയും മലയും മുദ്രകാട്ടി അവൾ വേളിമലയിൽ നിന്നാണെന്ന് മുഴിഞ്ഞു. മുഖം തിരിച്ച് അവിവാഹിതയാണെന്ന് അറിയിച്ചു. അല്ലിപ്പൂ നെഞ്ചിൽ ചേർത്ത് അവൾക്ക് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. അത് ശരി. തമ്പുരാക്കന്മാര് പറഞ്ഞതുപോലെ ഹരിണിയെ പൊട്ടും തൊടിച്ച് പൂജയും കഴിച്ചു. എന്റെ താറാവ് മാതാവേ, പൊന്നേ, പൊന്മുട്ട വന്നാട്ടെ. അമ്മേ, ആദ്യത്തെ മുട്ട ഞാനെടുക്കും. ഞാൻ നിന്റെ അമ്മയാണ്. ആദ്യത്തെ മുട്ടയ്ക്ക് അവകാശം ഞാനാ. ഞാനാണ്. പുണ്യം ചെയ്ത കൈയാണിത്. അയ്യ, ഭാഗ്യരേഖത് ഈ ഉള്ളം കയ്യില. നീ ഒന്ന് ചുമ്മാ ഇരി. അവര് പറഞ്ഞ മന്ത്രം തെറ്റാതെ ചൊല്ലണം. ഓം ദേവഹംസായ സ്വർണഗോളൗ സംഗ് വങ് റങ്. മുട്ട. അയ്യേ, ഇത് സാധാരണ മുട്ടയാണ്, താറാമുട്ട. അയ്യോ, എന്തൊരു ചതി! അവര് നമ്മളെ ചതിച്ചു വന്നേ. ജാമാതാവ് തമ്പുരാനെ, ദുഷ്ട അമ്മേ, സർവവും പോയല്ലോ എന്റെ മോന്റെ മോളെ. ഈ നാട്ടിൽ നീതിയുണ്ടോ, നിയമമുണ്ടോ, സത്യമുണ്ടോ? അമ്മേ, വിട്ടിയാൻ പറമ്പ് തെട്ടിവാസുമേനോ തന്ന നിന്റെ വൈരക്കല്ലുമാല പോയല്ലോ എന്റെ മോന്റെ മോളെ. പോയല്ലോ അമ്മേ. കല്ലൂടി ജഗത്തില് പഠിക്കാൻ അടിച്ചു തന്ന ഈ ഏലപ്പം കൂടെ പോയല്ലോ എന്റെ മോളെ. അയ്യോ, എനിക്ക് സഹിക്കാൻ വയ്യ. അയ്യോ അയ്യോ, പോയല്ലോ അമ്മേ. അയ്യോ എന്റെ മോളെ, ഉറുങ്ങോട്ട് ഒരു പറങ്ങോടം നമ്പൂരിപ്പാട് നിനക്ക് സന്തോഷിച്ചു തന്ന അടിയലും പതക്കം പോയല്ലോ എന്റെ മോളെ. പോടി, നമുക്ക് കൊട്ടാരത്തിൽ പോയി തമ്പുരാട്ടിയോട് പറയാം. പോയിട്ടോ. എന്റെ പൊന്നു തമ്പുരാട്ടി, ആ കാലമാറെല്ലാം നെടുമംഗല സ്വരൂപത്തിന്റെ പൊന്നു വിളക്ക് ഞങ്ങൾ നശിച്ചു. കാര്യമെന്താണെന്ന് വെച്ചാൽ ഉണർത്തിക്കൂ. വീട്ടിലിരുന്നത് അപ്പാടെ അയാള് കൊണ്ടുപോയി. ആര്? അയാൾ തന്നെ, ആ ജാമാതാവ് തമ്പുരാൻ. ജാമാതാവ് തമ്പുരാൻ? അതെ, അയാളും കൂടെ വന്ന ജാരൻ തമ്പുരാനും. നിങ്ങളുടെ കുടുംബക്കാര്യം ഇവിടെ കൊണ്ടുവരണോ? എത്രയായാലും നിങ്ങളുടെ ജാമാതാവല്ലേ, നിങ്ങളുടെ മകളുടെ ഭർത്താവ്. ഈ ജാരൻ തമ്പുരാൻ ആരാണെന്ന് മനസ്സിലായില്ല. നിങ്ങളുമായി രഹസ്യബന്ധം പുലർത്തുന്ന... അയ്യോ, എനിക്ക് ഭർത്താവില്ല, ഇവൾക്കുമില്ല. ജാമാതാവെന്നും ജാരനെന്നും പറഞ്ഞ് രണ്ട് കള്ളന്മാർ വന്നു. എന്നും പൊന്മുട്ട ഇടുമെന്നും പറഞ്ഞ് ഈ താറാവിനെ ഞങ്ങൾക്ക് സമ്മാനിച്ചു. പൊന്മുട്ട ഇടിയിട്ട് കാണിച്ചു തരികയും ചെയ്തു. ഒടുവിൽ ഞങ്ങൾ ആഭരണങ്ങളെല്ലാം അഴിച്ചു കൊടുത്തു. ഇപ്പോ താറാവ് പൊന്മുട്ടയല്ല, താറാവ് മുട്ടയാണ് ഇടുന്നത്. കണ്ടില്ലേ? കഷ്ടം. ഒരു താറാവിന് വേണ്ടി ഇത്രയൊക്കെ പ്രതിഫലം കൊടുത്ത നിങ്ങൾ വിടുവിട്ടികൾ. കാര്യക്കാർ, പൊന്മുട്ടയിടുമെന്ന് പറയുന്ന ആ താറാവിനെ ഇങ്ങ് കൊണ്ടുവരും. വായിക്കും. വരുന്നവരെയെല്ലാം ഓരോ ദിവസവും മകളുടെ ഭർത്താവാക്കിക്കൊണ്ട് എത്ര പേരെ നിങ്ങൾ നശിപ്പിച്ചു, നിരാധാരരാക്കി. എനിക്ക് തന്ന പണവും ആഭരണങ്ങളും മറ്റും അതിന്റെ ഉടമകൾക്ക് ചെന്ന് ചേരും. ശേഷിച്ച ജീവിതം താറാവ് കച്ചവടം നടത്താം. നല്ല വരുമാനം കിട്ടും. അരക്കള്ളൻ. അതെ, നിങ്ങൾക്കിപ്പോ എന്നെ നോക്കി ചിരിക്കാം. ചിരിച്ചോളി.
ഇതെല്ലാം ചെയ്തത് അരക്കള്ളൻ എന്ന ആ കൊള്ളക്കാരനാണ്. തമ്പുരാട്ടി ഇക്കാര്യത്തിൽ വേണ്ടത് ചെയ്യും, കണ്ടുപിടിച്ച് ശിക്ഷിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് പോകാം. നിങ്ങൾക്കും പോകാം. കഥ പിരിഞ്ഞിരിക്കും. പേടിക്കല്ല, ജീവനോളം വിലയുള്ള ആ മാല അവിടെ തന്നെയുണ്ട്. ആരും കൊണ്ടുപോയിട്ടില്ല പൊന്നു തമ്പുരാട്ടി.